നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അത്ലറ്റിക്കോ മാഡ്രിഡിനോട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC ബാഴ്സലോണ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ക്യാമ്പ് നൗവിൽ പരാജയപ്പെട്ടല്ലോ. ആ മത്സരത്തിൽ റഫറിയുടെ പല തീരുമാനങ്ങളും തെറ്റായതായിരുന്നു. ബാഴ്സയ്ക്ക് ലഭിക്കേണ്ട പെനാൽറ്റി കൊടുത്തില്ല. മുസ്സോ കൊടുത്ത ബോൾ പ്യൂബിൽ കൈകൊണ്ട് തൊട്ടത് വലിയ വിവാദമായി. പക്ഷേ അതൊക്കെ ബാഴ്സയ്ക്കെതിരായിട്ട് ഭവിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു വിശദീകരണവും കൊടുക്കാൻ റഫറി മത്സരശേഷം തയ്യാറായതുമില്ല. ഒടുവിൽ ഇപ്പോൾ ബാഴ്സലോണ ഒഫീഷ്യലായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. ബാഴ്സലോണയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എങ്ങനെയാണ്: FC ബാഴ്സലോണ അനൗൺസസ് ദാറ്റ് ടുഡേ ദി ക്ലബ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഫൈൽഡ് എ ഫോർമൽ കംപ്ലൈൻറ്റ് വിത്ത് യുവേഫ regarding the events that occurred in the first leg of the UEFA Champions League quarter final against Atletico Madrid. അതിൽ വിശദമായിട്ട് പറയുന്നത്, ക്ലബ്ബ് വിശ്വസിക്കുന്നത് റഫറിയുടെ പെർഫോമൻസ് നിലവിലുള്ള ഫുട്ബോൾ റൂളുകൾക്ക് എതിരായിരുന്നു. അത് ഡയറക്റ്റ്ലി ഈ മാച്ചിൻ്റെ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ട്. പ്രധാനമായും കംപ്ലൈൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് 54-ാമത്തെ മിനിറ്റിലെ ആ ഇൻസിഡൻറ്റിലാണ്. അതായത് പ്ലേ പ്രോപ്പർലി റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒപ്പോസിംഗ് പ്ലെയർ കൈകൊണ്ട് ബോൾ പെനാൽറ്റി ഏരിയയിൽ വെച്ച് തൊട്ടു. എന്നിട്ടും പെനാൽറ്റി ബാഴ്സയ്ക്ക് അവാർഡ് ചെയ്തില്ല. FC ബാഴ്സലോണ വിശ്വസിക്കുന്ന ഈ ഒരു തീരുമാനം, അതുപോലെ തന്നെ വാർ ഈ വിഷയത്തിൽ ഇൻ്റർവെൻ ചെയ്യാത്തത് എല്ലാം ഒരു സിഗ്നിഫിക്കൻ്റ് എററാണ്. കോൺസിക്വൻ്റ്ലി ക്ലബ്ബ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുക, റഫറിയുടെ കമ്മ്യൂണിക്കേഷൻസ് എന്തായിരുന്നു എന്നുള്ളത് ആക്സസ് ചെയ്യാൻ അനുവദിക്കുക, ഇഫ് നെസസറി ഒരു ഒഫീഷ്യൽ അക്നോളജ്മെൻറ്റ് ഈ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ FC ബാഴ്സലോണ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇതാദ്യമായിട്ടല്ല ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ ബാഴ്സലോണക്ക് എതിരായിട്ട് റഫറിയുടെ ഡിസിഷൻ വരുന്നത്. അത് ടീമിനെ സീരിയസ്ലി ഹാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് ഡിസഡ്വാൻറ്റേജ് ബാഴ്സലോണയെ മറ്റ് ക്ലബ്ബുകളുമായിട്ട് ഈക്വൽ ടേംസിൽ കോമ്പീറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന ഡിസഡ്വാൻറ്റേജ് ഈ ഒരു റഫറിങ് എറേഴ്സ് മൂലം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി FC ബാഴ്സലോണ ആ ഒരു കംപ്ലൈൻറ്റിൽ ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ബാഴ്സലോണ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, റഫറിയുടെ ഈ ഒരു തെറ്റായ തീരുമാനം അത് കൃത്യമായിട്ട് അംഗീകരിക്കണം. അതായത് തെറ്റായി സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം, അൺഫെയർ കോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പബ്ലിക് അഡ്മിഷൻ നടക്കണം, റഫറീസ് മിസ്റ്റേക്ക് അഗെയിൻസ്റ്റ് ബാഴ്സ. അതുപോലെ തന്നെ റഫറി ഇസ്വാൻ കൊവാക്സിനെ സസ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ വാർ റഫറി ക്രിസ്ത്യൻ ഡിങ്കേർട്ടിനെതിരെ നടപടിയെടുക്കണം. ഇതൊക്കെയാണ് ബാഴ്സലോണയുടെ ആവശ്യങ്ങളെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.